രമ്യ പെട്ടെന്ന് തന്നെ ഐസിയുവിലേക്ക് കയറിപ്പോയി. അതിനുശേഷം അവൾ മനോജിൻ്റെ അടുത്തിരുന്ന് മനോജ് എന്ന് ഉറക്കി വിളിച്ചു. യാതൊരുവിധ പ്രതികരണവുമില്ല. അദ്ദേഹം കണ്ണ് പകുതി തുറന്നു വെച്ചിരിക്കുകയാണ്. പക്ഷേ വിളിക്കുന്നതിനോട് പ്രതികരിക്കുന്നില്ല. അവൾ വീണ്ടും വിളിച്ചു, മനോജ് ഒന്ന് കണ്ണ് തുറന്ന് എന്നെ ഒന്ന് നോക്കൂ, നമ്മുടെ കുഞ്ഞിനെ കാണണ്ടേ മനോജ്. അവൾ വീണ്ടും ആർത്തലച്ച് വിളിച്ചു. ഒരു രക്ഷയുമില്ല. അവൾക്ക് മനസ്സിലായി മനോജിന് യാതൊരു അനക്കവുമില്ല. താൻ വിളിക്കുന്നതിനോട് പ്രതികരിക്കുന്നതുമില്ല. അദ്ദേഹത്തിന് കാര്യമായിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു. അവൾക്ക് എന്തെന്നില്ലാത്ത ടെൻഷനായി. അവൾ കയറിപ്പോയ അതേ സ്പീഡിൽ തന്നെ തിരിച്ചിറങ്ങി ഡോക്ടറിൻ്റെ റൂമിൽ ചെന്ന് കയറി. ഡോക്ടർ, എൻ്റെ ഭർത്താവിന് എന്താണ്? സത്യം തുറന്നു പറയൂ. അദ്ദേഹം ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലേ? ഞാൻ എത്ര തവണ അദ്ദേഹത്തിനെ വിളിച്ചിട്ടും അദ്ദേഹത്തിന് യാതൊരുവിധ പ്രതികരണവുമില്ല. ഡോക്ടർ പറയൂ ഡോക്ടർ, എൻ്റെ ഭർത്താവ് രക്ഷപ്പെടില്ലേ? അവൾ ആദിയോടെ ചോദിച്ചു. രക്ഷപ്പെടുന്ന കാര്യം പാടാണ് രമ്യ. കാര്യം ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ മരുന്നുകളോട് പോലും പ്രതികരിക്കുന്നില്ല. നിങ്ങൾ ഫാമിലിയിലെ എല്ലാവരെയും അറിയിച്ചോളൂ, ഡോക്ടർ പറഞ്ഞു. അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. ഡോക്ടർ എന്താണ് ഈ പറയുന്നത്? അദ്ദേഹം രക്ഷപ്പെടില്ലേ? ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തു കുട്ടി. അദ്ദേഹം ഇപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. അത് കുട്ടിയോട് രാവിലെ സംസാരിക്കാനിരിക്കുകയായിരുന്നു. ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ എല്ലാം വിധിയല്ലേ. കുട്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും ഒരു മാറ്റമുണ്ടായാൽ അത് ദൈവത്തിൻ്റെ കാരുണ്യമെന്ന് മാത്രം കരുതിയാൽ മതി. കാര്യം ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല ഈ ഹോസ്പിറ്റലിൽ. അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ എല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അവൾക്ക് എന്തെന്നില്ലാത്ത ടെൻഷൻ വീണ്ടും കൂടി. അദ്ദേഹം എന്നെയും കുഞ്ഞിനെയും വിട്ടു പോവുകയാണോ? അദ്ദേഹം ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ലേ? അദ്ദേഹം നല്ല രീതിയിൽ ജീവിക്കുകയായിരുന്നു. തന്നെയും കുഞ്ഞിനെയും അത്രമേൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും അദ്ദേഹം നല്ലവനായി മാറിയിരുന്നു. അതിനുശേഷം ഇങ്ങനൊരു വിധി കിട്ടിയല്ലോ ദൈവമേ. സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു. എനിക്ക് എന്തിനാ ദൈവമേ ഇങ്ങനൊരു വിധി തന്നത്? എൻ്റെ ഭർത്താവ് നല്ലതായിട്ട് വീണ്ടും വിധിയുടെ രൂപത്തിൽ അദ്ദേഹത്തിനെ തിരിച്ചെടുത്തല്ലോ. അവൾ വീണ്ടും കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഭഗവാനെ രക്ഷപ്പെടുത്തി തരണേ. എനിക്കൊരാളായിട്ടെങ്കിലും അദ്ദേഹം കൂടെ നിന്നാൽ മതി. ജോലി ചെയ്ത് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അദ്ദേഹത്തിനെ നോക്കിക്കോളാം. അവൾ വീണ്ടും പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ രമ്യയെ വിളിച്ചു. രമ്യ, അദ്ദേഹം മരണപ്പെട്ടു. രമ്യയ്ക്ക് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാൻ വയ്യാത്ത നിർവികാരമായ ഒരവസ്ഥയിലായിപ്പോയി രമ്യ. അവൾ ഉറക്കെ കരഞ്ഞു. ഉറക്കെ കരഞ്ഞു. ഹോസ്പിറ്റൽ പൊട്ടുമാർ അവൾ ഉറക്കെ കരഞ്ഞു. അവൾക്ക് അത് മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. കരഞ്ഞ് അവൾ ബോധം കെട്ട് അവിടെ തന്നെ വീണു. പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സൊക്കെ അവളെ റൂമിലേക്ക് മാറ്റി. അതിനുശേഷം അവരുടെ ഫാമിലിയൊക്കെ അറിയിക്കണമല്ലോ. രാവിലെ തന്നെ അവരുടെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അസുഖ വിവരം അറിഞ്ഞതിന് ശേഷം തൊട്ട് ഇടയ്ക്കിടയ്ക്ക് അവരുടെയൊക്കെ സുഹൃത്തുക്കൾ സന്ദർശിക്കുക പതിവാണ്. കാരണം അവർക്ക് ബന്ധുക്കളായിട്ട് വേറെ ആരുമില്ലല്ലോ, സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾക്കെല്ലാം നല്ല ആത്മാർത്ഥതയാണ്. അവരൊക്കെ എപ്പോഴും വന്ന് ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ തിരക്കാറുണ്ട്. സുഹൃത്തുക്കൾ വന്ന സമയത്ത് തന്നെയാണ് ഇത് സംഭവിച്ചതും. സുഹൃത്തുക്കളോട് ഡോക്ടർമാർ കാര്യം പറഞ്ഞു. മനോജ് പോയി ഈ ലോകത്തു നിന്ന്. രമ്യയോട് വിവരം പറഞ്ഞു. ആ കുട്ടിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉറക്കെ നിലവിളിച്ചതും ബോധം കെട്ടതും ഒരുമിച്ചായിരുന്നു. ഇനി നിങ്ങൾ വേണം ആ കുട്ടിയെ ആശ്വസിപ്പിക്കാനും ആ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും. കാരണം അതിന് പ്രത്യേകിച്ച് ആരും ഇല്ലല്ലോ, ഡോക്ടർമാർ പറഞ്ഞു. അവർ ഒന്നും മിണ്ടിയില്ല. സുഹൃത്തുക്കൾക്കും അതൊരു ഷോക്കായിരുന്നു. പക്ഷേ രമ്യയുടെ മുന്നിൽ നിന്ന് അവർക്കും കരയാൻ പറ്റില്ലല്ലോ. അങ്ങനെ രമ്യയെ സുഹൃത്തുക്കൾ ചേർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം മനോജിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് സുഹൃത്തുക്കൾ ഇടപെട്ടു. മനോജിൻ്റെ അമ്മയോടും അച്ഛനോടും എങ്ങനെ പറയുമെന്നായിരുന്നു മറ്റൊരു കാര്യം. എത്രയായാലും മനോജിൻ്റെ അമ്മയും അച്ഛനും മനോജിനെ കൊഞ്ചിച്ച് പുന്നാരിച്ച് കൊണ്ടു നടന്നതാണ്. അവന് ജോലിക്ക് പോലും വിടാതെയാണ് അവൻ്റെ അമ്മ അവന് ചെലവിന് കൊടുത്തിരുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ സുഹൃത്തുക്കൾക്ക് സങ്കടമായിരുന്നു. കാര്യം അവനെ എത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ട്. അമ്മയും അച്ഛനും അവനെന്ന് പറഞ്ഞാൽ ജീവനാണ്. ഇത് അവരോടെങ്ങനെ പറയും? ആകപ്പാടെ ആശയക്കുഴപ്പത്തിലായി. അവർക്കൊരിക്കലും താങ്ങാനോ സഹിക്കാനോ പറ്റില്ല. രമ്യയുടെ അത്രയും കരുത്തൊന്നും അച്ഛനും അമ്മയ്ക്കും ഇല്ല. അവർ തളർന്നു പോവും. മനോജിൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നു. എന്നാലും അറിയിച്ചല്ലേ പറ്റൂ, അറിയിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ മനോജിൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ മനോജിനെയും കൊണ്ട് ആംബുലൻസ് പുറപ്പെടാൻ നേരത്ത് സുഹൃത്തുക്കൾ അതിനു മുന്നേ തന്നെ അമ്മയോടും അച്ഛനോടും വിവരം പറയാനായിട്ട് വീട്ടിലേക്ക് ചെന്നു. അമ്മയോടും അച്ഛനോടും മനോജിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി, മനോജിനെ തിരികെ വരില്ലെന്ന് ചെറിയ രീതിയിലൊന്ന് അവതരിപ്പിച്ചു. അത് പറഞ്ഞതും അമ്മ ബോധം കെട്ടപ്പോഴേ വീണു. അതിൻ്റെ പിന്നാലെ അച്ഛൻ തളർന്നിരുന്നു. സുഹൃത്തുക്കൾ അപ്പോൾ തന്നെ അമ്മയുടെ മുഖത്ത് വെള്ളം തളിച്ച് അമ്മയെ കട്ടിലിൽ കൊണ്ട് കിടത്തി. സ്വാഭാവികമായിട്ടും ഏതൊരമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും തൻ്റെ മകൻ്റെ വിയോഗം സഹിക്കാൻ കഴിയില്ല. അത്
താങ്കൾ പ്രതീക്ഷിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു കാവലാളായി തങ്ങൾ ഇവിടെ ഉണ്ടാകണമെന്ന് മനോജിൻ്റെ സുഹൃത്തുക്കൾ തീരുമാനിച്ചു. അങ്ങനെ മനോജിനെ അവിടെ കൊണ്ടുവന്ന് ബാക്കി കർമ്മങ്ങളിലേക്ക് കടന്നു. രമ്യയ്ക്ക് ഇതുവരെയും ബോധം വീണിട്ടില്ല. ബോധം വീഴും മനോജിനെ തിരക്കും. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അവൾ വീണ്ടും ബോധക്കേടിലേക്ക് പോകും. കുഞ്ഞിനെയാണെങ്കിൽ അയൽക്കാരാണ് നോക്കുന്നത്. ആകപ്പാടെ രമ്യയുടെ കാര്യമായിരുന്നു ധർമ്മസങ്കടം. ആകപ്പാടെ ഭർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടിക്ക്, അതും പോയി. പിന്നീടുള്ളത് തുണിക്കടയിലെ സുഹൃത്തുക്കൾ മാത്രമാണ്. എന്നിരുന്നാലും ഭർത്താവിന് തുല്യമായി ആരും ഉണ്ടാവില്ലല്ലോ. എത്രയായാലും കുട്ടിയുടെ അച്ഛനും അവളുടെ ഭർത്താവുമാണല്ലോ. ഭർത്താവ് കൂടെ ഉള്ളപ്പോൾ ആരും അവളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവളുടെ മുന്നിൽ വിരൽ ചൂണ്ടാനോ ആരും ധൈര്യപ്പെടില്ല. അവൾക്ക് കാവലാളായി എപ്പോഴും മനോജ് ഉണ്ടാകുമല്ലോ. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം വിധിയുടെ വിളയാട്ടമാണ്. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒരിക്കലും ഇത് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ജോലി മടിയനാണെങ്കിലും എല്ലാമാണെങ്കിലും അവനുള്ളിലൊരു മനുഷ്യത്വം ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ മനുഷ്യത്വമാണ് അവനെ ഇതുവരെയും കൊണ്ടെത്തിച്ചത്. അവസാന ഘട്ടത്തിൽ അവന് അവൻ്റെ ഉത്തരവാദിത്വക്കുറവും കുടുംബജീവിതത്തിലെ പാളിച്ചകളും ഒക്കെ മനസ്സിലായതുകൊണ്ട് അവൻ നല്ലൊരു മനുഷ്യനായി തീർന്നതായിരുന്നു. ഒടുവിൽ ദാണ്ടെ അവൻ നല്ലവനായി തീർന്നപ്പോൾ അവൻ്റെ മരണം അവനെ തേടിയെത്തിയിരിക്കുന്നു. എന്തൊരു വിധിയാണ് ദൈവമേ! എല്ലാവർക്കും സങ്കടകരമായ കാര്യമായിരുന്നു, നാട്ടുകാർക്ക് ഉൾപ്പെടെ. അങ്ങനെ മനോജിൻ്റെ കർമ്മങ്ങളെല്ലാം തുടങ്ങി. രമ്യയുടെ ബോധം വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് രമ്യയെ ചടങ്ങിനൊന്നും ആരും ബുദ്ധിമുട്ടിച്ചില്ല. കാരണം ആ കുട്ടി എത്രത്തോളം തളർന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ മനോജിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അമ്മയും അച്ഛനും രമ്യയുമാണ് തകർന്നിരിക്കുന്നത്. അവർക്ക് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടം തന്നെയായിരുന്നു മനോജ്. വേറെ ആരെക്കാട്ടിയും കൂടുതൽ ഈ 3 പേരെയാണ് എഫക്റ്റ് ചെയ്തത്. മാത്രമല്ല മനോജിൻ്റെയും രമ്യയുടെയും പെൺകുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോഴും സങ്കടമാണ്. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? രമ്യ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു പോയി. ഇപ്പോൾ കുഞ്ഞ് മാത്രമായി. ഡിവോഴ്സ് ചെയ്യണമെന്നൊക്കെ അവൾ ആ ദേഷ്യത്തിൽ തീരുമാനിച്ചിരുന്നുവെങ്കിലും അതിനോട്ടൊന്നും പുറപ്പെടാഞ്ഞത് തന്നെ എന്നെങ്കിലും ഒരിക്കൽ അവൻ നന്നായി വരുമെന്നുള്ള ചിന്താഗതി കൊണ്ടാണ്. നന്നായി വന്നപ്പോഴോ തന്നിൽ നിന്നും ദൈവം അകറ്റിക്കൊണ്ടുപോയി. ഇനി തനിക്ക് ആരുമില്ല. താൻ കുഞ്ഞിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചേ പറ്റൂ. അവൾ ഇടയ്ക്കിടയ്ക്ക് അവളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അവൾ വീണ്ടും തളർന്നു പോകുന്നു. തൻ്റെ മനോജ് ഇനി തൻ്റെ കൂടെ ഇല്ലല്ലോ. അദ്ദേഹം ഇനി ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ. പിണങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹം എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരുമെന്നുള്ള ഒരു സമാധാനമെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് എന്നേക്കുമായി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരിടത്തേക്കാണല്ലോ അദ്ദേഹം പോയത്. അവൾക്ക് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മനോജ് തൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം തന്നോട് പിണങ്ങി എവിടെയോ നിൽക്കുകയാണ്. എപ്പോഴെങ്കിലും അദ്ദേഹം തിരിച്ചു വരും. അവളുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. രമ്യ ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നത്തിലായി. സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമൊക്കെ ചുറ്റും തന്നെയുണ്ട്. അങ്ങനെ രമ്യ വാടക വീട്ടിൽ നിന്നും വീണ്ടും ഹോസ്റ്റലിലേക്ക് താമസം മാറാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.